الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. റമളാനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. ജീവിതത്തിൽ ഒരു റമളാൻ ലഭിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച നിഅമത്താണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരായ സ്വഹാബിമാരെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുമായിരുന്നു. സന്തോഷവാർത്ത നൽകുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുബശ്ശിറു ലി അസ്ഹാബി, തൻ്റെ അനുചരന്മാരായ സ്വഹാബിമാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കും.
ഖദ് ജാഅകും ശഹ്റു റമളാൻ, ഇതാ പരിശുദ്ധ റമളാൻ നിങ്ങളിലേക്ക് സമാഗതമാവുകയാണ്. സാധാരണ മാസങ്ങൾക്കില്ലാത്ത വമ്പിച്ച പ്രത്യേകതയാണ് പരിശുദ്ധ റമളാനിന് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ ബർക്കത്താക്കപ്പെട്ട ഒരു റമളാനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്നത്. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, അതുകൊണ്ട് ആ മാസത്തിന് ആര് സാക്ഷ്യം വഹിക്കുന്നുവോ അവരുടെ മേൽ അല്ലാഹു ഇതാ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ പൂർവികർക്ക് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന ഖുർആനിൻ്റെ ആയത്തോതി അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമളാനിൻ്റെ പ്രത്യേകത സ്വഹാബികൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്ത ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എത്രത്തോളം ഒരു റമളാനിനെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്ന വിശ്വാസികൾ പരിശുദ്ധ റമളാനിൻ്റെ പ്രാധാന്യത്തെ അവിടുന്ന് തിരിച്ചറിയണം. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, രണ്ടാളുകൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. അവർ ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചറിയാനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവർ ഇസ്ലാമിനെ ചോദിച്ചറിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് പിരിയുന്നതിന് മുമ്പ് അവിടെ വെച്ച് അവർ പരിപൂർണമായി മുസ്ലിമായി, രണ്ടുപേരും മുസ്ലിമായി. എന്നിട്ട് അത് രണ്ടുപേരും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പോവുകയാണ്. അതിലൊരാൾ പിന്നീട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് ഒരു മനുഷ്യൻ ഷഹീദായി. എന്നാൽ മറ്റൊരു മനുഷ്യൻ ഒരു കൊല്ലക്കാലം ശേഷം പരിശുദ്ധ റമളാനിൽ പ്രവേശിച്ചുകൊണ്ട് ആ മനുഷ്യൻ സാധാരണ മരണം കൈവരിക്കുകയാണ്. തൻ്റെ വിരിപ്പിൽ കിടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, സാധാരണ മരണം കൈവരിച്ച ഒരു മനുഷ്യൻ തൻ്റെ വിരിപ്പിൽ കിടന്ന്, തൻ്റെ കട്ടിലിൽ കിടന്ന് സ്വാഭാവിക മരണം കൈവരിച്ച ഒരു മനുഷ്യൻ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ട് മരണപ്പെട്ട മനുഷ്യനേക്കാൾ വേഗത്തിൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, സാധാരണ മരണം കൈവരിച്ച മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബികളോട് സംസാരിക്കുമ്പോൾ സ്വഹാബികൾ ഒരു വേള അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സാധാരണ മനുഷ്യൻ ഒരു സ്വാഭാവിക മരണം കൈവരിച്ച് തൻ്റെ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ ശരീരം അള്ളാഹുവിന് കൊടുത്ത, തൻ്റെ സമ്പത്ത് അള്ളാഹുവിന് കൊടുത്ത, തൻ്റെ രക്തം അള്ളാഹുവിന് കൊടുത്ത ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടത് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്. അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന, അല്ല സ്വഹാബത്തെ, ഒരു കൊല്ലക്കാലം അദ്ദേഹം ജീവിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഒരു കൊല്ലക്കാലം ആ മനുഷ്യൻ ശുഹദാ മരണപ്പെട്ടതിന് ശേഷം ഒരു കൊല്ലക്കാലം കൂടി ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ എന്ന് പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞു, വഅദ്റക റമളാൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു റമളാനെ പുൽകാനുള്ള ഭാഗ്യം ആ മനുഷ്യന് ലഭിച്ചു. വസ്വാമഹു, എന്നിട്ട് ആ റമളാൻ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ ആ റമളാനിൽ നോമ്പുകാരനായിട്ടാണ് ആ മനുഷ്യന് മരണം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, രക്തസാക്ഷിത്വം വഹിച്ച ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റമളാൻ അധികമായി ലഭിച്ച മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ട ചരിത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ഹദീസ് മനസ്സിലാക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാനിനെ സ്വീകരിക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന വിശ്വാസികൾക്ക് റമളാനിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇത്ര പ്രാധാന്യമുള്ള ഒരു റമളാനിനെയാണ് ഞാനും നിങ്ങളും സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത്. റമളാനിൻ്റെ ആദ്യ രാവിൽ റമളാനിലേക്ക് പ്രവേശിക്കാൻ അങ്ങേയറ്റം 1-2 ദിവസം മാത്രമാണ്. എന്നാൽ ആ റമളാനിൻ്റെ ആദ്യ രാവിൽ ആകാശത്ത് നിന്ന് ഒരു വിളിയാളമുണ്ടാകും. അത് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യ രാവിൽ, റമളാനിൻ്റെ ആദ്യത്തെ രാവിൽ ആകാശ ലോകത്ത് നിന്ന് ഒരു വിളിയാളമുണ്ടാകും.
ഇന്നേ വരെ വിളിക്കുത്തരം ചെയ്യാൻ വിശ്വാസികളെന്ന നിലക്ക് ആ വിളിക്ക് കൃത്യമായി ഉത്തരം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നത് ഒരു വേള നെഞ്ചത്തു കൈവച്ച് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. ഇന്ന അവ്വല യൗമിൻ ഫീ റമളാൻ, റമളാനിൻ്റെ ആദ്യ ദിനത്തിൽ അവിടുന്ന് ഒരു മലക്ക് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ, നന്മ ആഗ്രഹിക്കുന്നവരെ അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരണം, നിങ്ങൾ കുതിച്ചു ചാടണം. വസാരിഉ ഇലാ മഗ്ഫിറ, ഖുർആൻ പറഞ്ഞ പ്രയോഗമാണ്. മുസാറഅത്തുണ്ടാകണം, മുസാബഖത്തുണ്ടാകണം, എല്ലാവരെയും പിന്നിലാക്കി കുതിച്ചു ചാടണം നന്മയിൽ. നിങ്ങൾ നന്മ അവസാനിപ്പിക്കരുത്. അഖ്ബിൽ, നിങ്ങൾ മുന്നിട്ട് വരണം. എന്നിട്ട് പറഞ്ഞു തമ്മിം, നിങ്ങൾ പൂർത്തിയാക്കണം, നിങ്ങൾ പൂർത്തിയാക്കണം. പകുതിക്ക് വെച്ച് നന്മ അവസാനിപ്പിക്കല്ലേ. നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു തുടങ്ങിയ നന്മകൾ ഒരു തുടർച്ചയുണ്ടാകണം, അവസാനിപ്പിച്ചു കളയരുത്. നമുക്കറിയാം റമളാനിൻ്റെ തുടക്കം ഒരു പക്ഷേ വലിയ ആവേശമാകും. പള്ളിയിൽ നമസ്കാരത്തിന് ആളുകളുണ്ടാകും, ഇഅ്തികാഫിനുണ്ടാകും, തറാവീഹ് നമസ്കാരത്തിന് എമ്പാടും ആളുകളുണ്ടാകും. തുടക്കത്തിൽ ആവേശമുള്ളത് പകുതി ചോർന്നു പോകും. അവിടെയാണ് ഒരു മലക്കിൻ്റെ വിളിയാളമുണ്ടാകുന്നത്. തമ്മിം, നിങ്ങൾ പൂർത്തിയാക്കണം. വഅബ്ശിർ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളണം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമുണ്ട്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത, മനുഷ്യൻ്റെ ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്തൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷവാന്മാരായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെടേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവിൽ ഏറ്റവും നല്ല അമലുകളുമായി നിങ്ങൾ കുതിച്ചു ചാടി മറ്റുള്ളവരെ പിന്നിലാക്കി മുന്നിലേക്ക് കുതിക്കണം എന്ന വിളിയാളമാണ്. എന്നിട്ട് മലക്ക് വീണ്ടും തുടർന്ന് പറഞ്ഞു, യാ ബാഗിയ ശർ, തിന്മ ചെയ്യുന്നവരെ അഖ്സിർ, നിങ്ങൾ ചുരുക്കണം. റമളാനിലും ജീവിതത്തിൽ തിന്മകൾ ചെയ്യാനാണ് മനസ്സ് വെമ്പൽ കൊള്ളുന്നതെങ്കിൽ അഖ്സിർ, നിങ്ങളൊന്ന് ചുരുക്കണം, അവസാനിപ്പിക്കണം. വഅബ്സിർ, നിങ്ങൾ കണ്ടറിയണം, നിങ്ങൾ കണ്ടറിയണം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെക്കുറിച്ച് തിരിച്ചറിയണം. എന്താ അതിൻ്റെ പ്രത്യേകത? ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീകൻ വഹിയ തഫൂർ, തിളച്ചുമറിയുന്ന ഉഗ്രഗർജനമുള്ള ഒരു നരകത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ്വാഹത്തുൽ ലിൽ ബശർ, മനുഷ്യൻ്റെ തലയോട്ടിയെ ഉരിച്ചു കളയുന്ന നരകത്തെക്കുറിച്ച് തിന്മ ചെയ്യുന്നവരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് എല്ലാവിധ തിന്മയിൽ നിന്നും അവസാനിപ്പിക്കണം. റമളാൻ നന്മകൾ വാരിയെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നിന്ന് അവിടുന്ന് സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതാക്കും റമളാൻ, ഇതാ നിങ്ങളിലേക്ക് പരിശുദ്ധ റമളാൻ സമാഗതമാവുകയാണ്. സയ്യിദു ഷുഹൂർ, മാസങ്ങളുടെ നേതാവാണ്. മർഹബൻ അഹ്ലൻ വസഹ്ലൻ, ആ റമളാനിന് മനസ്സു നിറഞ്ഞ സ്വാഗതം. അതാക്കും ഷഹ്റു റമളാൻ, ഇതാ റമളാൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഷഹ്റു ബറക്ക, അത് ബർക്കത്തിൻ്റെ മാസമാണ്. എല്ലാ നിലക്കുമുള്ള ബർക്കത്താണ്. പലപ്പോഴും ബർക്കത്ത് എന്താണെന്ന് തിരിച്ചറിയാതെ പോയ മുസ്ലിം സമൂഹമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വർധനവാണ് സഹോദരങ്ങളെ. പലപ്പോഴും നമ്മൾ മരിച്ചുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായത്തേട്ടം നടത്തുകയും ചെയ്യുമ്പോൾ മരിച്ചുപോയ മുഹൈദ്ദീൻ ഷെയ്ഖിൻ്റെ ഹക്കും ജാഹും ബർക്കത്തും കൊണ്ട് സഹായിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. എന്നാൽ ബർക്കത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്തുകൊണ്ടല്ലാതെ ഒരു സത്യവിശ്വാസി ഉറങ്ങാൻ പാടില്ല. എന്താ ഖുർആൻ പറഞ്ഞത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഉടമസ്ഥാവകാശം, മുൽക്ക്, രാജാധിപത്യം ഏതൊരുവൻ്റെ കയ്യിലാണോ അവനാണ് ബർക്കത്തുടയവൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് ബർക്കത്ത് ലഭിക്കേണ്ടുന്നത്. റമളാൻ ബർക്കത്തിൻ്റെ മാസമാണ്. ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ചെറിയ നന്മകൾക്കും വമ്പിച്ച പ്രതിഫലം ഓഫർ ചെയ്യപ്പെടുന്ന പരിശുദ്ധ റമളാനിലേക്ക് കാലെടുത്തു വെക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വിശ്വാസികളെ റസൂലുള്ള പറഞ്ഞു, ഷഹ്റു ബറക്ക, ഇത് ബർക്കത്താക്കപ്പെട്ട മാസമാണ്. യഖ്ശാകുമുല്ലാഹു ബിറഹ്മതി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് പൊതിയുന്ന മാസമാണ്. റബ്ബിൻ്റെ റഹ്മത്ത്, ഒരു സമയം, ഒരു സെക്കൻഡ് റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കാതെ പോയാൽ സഹോദരങ്ങളെ, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളും തകർന്നു പോകും. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച ഒരു ദിക്റുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. എത്ര വിശ്വാസികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
എത്ര പേർ പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ? യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്ന എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബേ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായാർത്ഥന നടത്തുകയാണ്. വഅസ്ലിഹ് ലീ ശഅനി കുല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ നീ എളുപ്പമാക്കി കൊണ്ടുവാ. തറഫത്ത് ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യങ്ങളെ അല്ലാഹുവേ എന്നെ ഏൽപ്പിക്കരുത്, ഞാൻ അങ്ങേയറ്റം ദുർബലനാണ്. ഇന്ന് ഉണർന്നെഴുന്നേറ്റപ്പോൾ അള്ളാഹുവിനോട് ഞാനും നിങ്ങളും എടുത്തൊരു പ്രഖ്യാപനമാണ്, പടച്ച റബ്ബേ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ദുർബലരിൽ ദുർബലൻ ഞാനാണ് റബ്ബേ, എന്നെക്കൊണ്ട് ഒന്നും കഴിയില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വലിയ ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കുന്നവൻ ആലോചിക്കണം, വയറ്റിൽ നിന്ന് 3 ആവർത്തി പോയാൽ കഴിഞ്ഞു അവൻ്റെ കഥ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാതെ അശക്തനായ മനുഷ്യനാണ് ഈ ഭൂമിയിൽ അഹങ്കരിച്ച് ജീവിക്കുന്നത്. അവിടെയാണ് ഖുർആനും ഹദീസും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. യഖ്ശാകുമുല്ലാഹു ബിറഹ്മതി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് പൊതിയുന്ന മാസമാണ്. വയഗ്തുൽ ഖതായ, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. വയസ്തജീബു ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു മാസമാണ്. വയൻദുറു ഇലാ തനാഫുസിക്കും ഫീഹി, എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് വയൻദുറു ഇലാ തനാഫുസിക്കും ഫീഹി, റമളാൻ ആഗതമാകുമ്പോൾ നിങ്ങൾ മത്സരിക്കുന്ന മത്സരത്തിലേക്ക് അള്ളാഹു നോക്കും. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാർ പരസ്പരം നന്മ ചെയ്യുന്ന നന്മയിലേക്ക് ആകാശത്തുള്ളവൻ നമ്മിലേക്ക് നോക്കും. റസൂലുള്ള പറയാണ് സ്വഹാബികളോട്, വതനാഫുസിക്കും ഫീഹി, നിങ്ങൾ മത്സരിക്കുന്ന മത്സരത്തിലേക്ക്, നിങ്ങൾ നന്മയുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങളിലേക്ക് നോക്കും. വിശ്വാസികൾ മത്സരിക്കും. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആരാണ് ഒറിജിനൽ വിശ്വാസി? കതബ ഫീ ഖുലൂബിഹിമിൽ ഈമാൻ, അവരുടെ ഈമാൻ, മനസ്സിൽ ഈമാൻ കോറിയിട്ടവരാണ്. പ്രതിസന്ധിയുടെ അങ്ങേറ്റം പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിലും അവരുടെ ഈമാന് ദുർബലത സംഭവിച്ചു പോയിട്ടില്ല. അങ്ങനെ ഈമാനിനെ കാത്തു സൂക്ഷിച്ച വിശ്വാസികളായ ആളുകൾ, അങ്ങനെ വിശ്വാസികൾ മത്സരിക്കും. എനിക്കാദ്യം പള്ളിയിലെത്തണമെന്നത് വിശ്വാസിയുടെ മനസ്സിലെ ആഗ്രഹമാണ്. വെള്ളിയാഴ്ച ദിവസം ആദ്യം എനിക്ക് പള്ളിയിലെത്തണം. എന്തിന്? ഒട്ടകത്തെ അറുത്ത കൂലി കിട്ടാൻ. 1ാമത്തെ സഫിലേക്ക് എനിക്ക് വരണം, അതും വലതുവശത്ത് എനിക്ക് കിട്ടണം. എന്തിന്? മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ. അതുപോലെ എല്ലാവരും റമളാനിൽ ഖുർആൻ ഓതും. എല്ലാവരും ഖുർആനിൻ്റെ ഒരു ഖത്തം ഓതുമ്പോൾ എനിക്ക് ഖുർആനിൻ്റെ 2ഉം 3ഉം ഖത്തം തീർക്കണം. അങ്ങനെ വിശ്വാസികൾ മത്സരിക്കണം. ഈ മത്സരത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടമുള്ളത്. വയുബാഹി ബികും മലായിക, എന്നിട്ട് അള്ളാഹു അവസാനിപ്പിച്ചില്ല. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹ്, വയുബാഹി ബികും മലായിക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മുഖറബീങ്ങളായ മലക്കുകളോട് അള്ളാഹു ഗർവ് പറയും. സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് അഭിമാനത്തോടെ എൻ്റെ അടിയാന്മാരുടെ പ്രവർത്തനങ്ങൾ കണ്ടോ എന്ന് മലക്കുകളോട് അള്ളാഹു സംസാരിക്കുമെന്ന്. ആരെക്കുറിച്ച്? എന്നെയും നിങ്ങളെയും കുറിച്ച്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ള മലക്കുകളോട്, മുഖറബീങ്ങളായ മലക്കുകളോട് നമ്മളെക്കുറിച്ച് അള്ളാഹു സംസാരിക്കുന്ന, ഗർവ് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാക്കിയെടുക്കാൻ സഹോദരങ്ങളെ കഴിയൂ. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഫഅറുല്ലാഹ മിൻ അൻഫുസികും ഖൈറാ, നിങ്ങളുടെ ജീവിതത്തിലെ ഖൈറ് നിങ്ങൾ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കണേ. ജീവിതത്തിലെമ്പാടും നന്മകൾ ചെയ്യണേ. റമളാൻ ഉറങ്ങിത്തീർക്കേണ്ട മാസമല്ല. അതുകൊണ്ട് റമളാൻ ലഭിക്കുന്നത് എല്ലാവിധ ഖൈറും, എല്ലാവിധ ബർക്കത്തും, എല്ലാവിധ മഗ്ഫിറത്തും നൽകുന്ന ഒരു റമളാനിലേക്ക് കാലെടുത്തു വെക്കുന്നവർ എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഒരു നിമിഷം പോലും, റമളാനിലെ ഒരു സെക്കൻഡ് പോലും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത്. റസൂലുള്ള തുറന്നു പറഞ്ഞു, വ ഇന്ന ശഖിയ, ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ ആരാണ്? മൻ ഹുരിമ റഹ്മത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആരെയാണോ അകറ്റി നിർത്തുന്നത് അവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. സഹോദരങ്ങളെ, റമളാൻ റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത്. നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അള്ളാഹുവെ റഹ്മത്ത് ചെയ്യണം എൻ്റെ ജീവിതത്തിൽ. നിൻ്റെ റഹ്മത്ത് അങ്ങേയറ്റം വിശാലമാണ്. ആ വിശാലമായ റഹ്മത്ത് അള്ളാഹുവെ എൻ്റെ ജീവിതത്തിൽ നീ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സത്യവിശ്വാസി എപ്പോഴാണ് സഹോദര
അള്ളാഹുവിൻ്റെ റഹ്മത്ത് ജീവിതത്തിൽ ലഭിക്കേണ്ടുന്നത് മരണത്തിൻ്റെ സമയത്താണ്. ഒരാളും കൂട്ടിനില്ലാത്ത സമയം. ഒരുപക്ഷേ നമ്മളുടെ ഭാര്യ നമ്മളുടെ മരണവേളയിൽ നമ്മളോടൊപ്പമുണ്ടാകും. നമ്മൾ സ്നേഹിച്ചു വളർത്തുന്ന മക്കൾ നമ്മളുടെ സമീപത്തുണ്ടാകും. ഓരത്തു നിൽക്കുന്ന ഭാര്യയോടും മക്കളോടും രക്തബന്ധത്തിലുള്ളവരോടും ഒന്ന് നോക്കാൻ പോലും കഴിയാതെ അന്നു കാണുന്ന കാഴ്ച ഇന്നേ വരെ കാണാത്ത കാഴ്ചകളാണ്. ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും, സ്വർഗത്തിൻ്റെ കഫംപുടവയുമായി വരും. അങ്ങനെ സ്വർഗത്തിൻ്റെ കഫംപുടവയുമായി വരുന്നവർക്ക് സന്തോഷിക്കാം. അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിച്ചവർക്ക് റബ്ബ് റഹ്മത്ത് ചെയ്യും. സഹോദരങ്ങളെ, റഹ്മത്ത് എന്താ? അള്ളാഹുവിൻ്റെ സ്വർഗാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഞാൻ നിങ്ങളും അള്ളാഹുവിനോട് റഹ്മത്തിന് ചോദിച്ചിട്ടുണ്ട്. മരണത്തിൻ്റെ സമയം വെപ്രാളപ്പെടുന്ന മനുഷ്യൻ്റെ കണങ്കാലുകൾ പരസ്പരം കൂടിച്ചേരുന്ന, ഈ ലോകത്ത് നിന്നുള്ള ഫിറാഖാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയം റബ്ബിൻ്റെ സഹായം വരും. മലക്കുകൾ ആകാശ ലോകത്ത് നിന്നിട്ട് സമാധാനത്തിൻ്റെ വാക്കു പറയും. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അന്ന് ഭയപ്പാടാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലായി നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാം, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വരും. അതാണ് സഹോദരങ്ങളെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന റഹ്മത്ത്. ആ റഹ്മത്ത് ആർക്കാണോ തടയപ്പെടുന്നത്, മരണത്തിൻ്റെ സമയത്ത് പോലും മരണവെപ്രാളം കൊണ്ട് കറുത്തിരണ്ട കരിമ്പടവുമായി ആകാശലോകത്ത് നിന്ന് തൻ്റെ റൂഹിനെ പിടിച്ചെടുക്കാൻ മലക്കുൽ മൗത്ത് വരും എന്നത് ഖുർആൻ പറഞ്ഞു. കുല്യതവഫാക്കും മലക്കുൽ മൗത്തില്ലദി വുക്കില ബിക്കും. നിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മരണത്തിൻ്റെ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ പറിച്ചു കൊണ്ടുപോകും. ആത്മാവിനെ പറിച്ചു കൊണ്ടുപോകും. അന്ന് വേദനിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നാണ് റസൂലുള്ള പറഞ്ഞത്, ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന് ആയിഷ വല്ലാത്ത വേദനയുണ്ട്. ആരാ പറഞ്ഞത്? ലോകത്തിൻ്റെ പ്രവാചകൻ, സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്തു വെക്കുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ. അവിടുന്ന് മരണത്തിൻ്റെ വെപ്രാളം കൊണ്ട് പറഞ്ഞു, ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന് ആയിഷ വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. വേദന ലോകത്തിൻ്റെ പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും മരണത്തിൻ്റെ അവസ്ഥ എന്താകും? ഈ റമദാനിൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചൊരിഞ്ഞു തരുന്നെങ്കിൽ ആ റഹ്മത്തിനെ വാരിയെടുക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കേണ്ടത്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ. മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനാരാണ്? മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു. ആയുസ് ദീർഘിച്ചു കിട്ടി, അതിലേറ്റവും നല്ല അമലുകൾ ചെയ്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനാണ് മനുഷ്യരിലെ ഉത്കൃഷ്ടനായ മനുഷ്യൻ. ഫഅയ്യുന്നാസി ശർ. മനുഷ്യരിൽ മോശപ്പെട്ടവൻ, മ്ലേച്ഛമായവൻ ആരാണ് റസൂലേ? സ്വഹാബികൾ ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാ അമലുഹു. ഒരു പണിയും ചെയ്തിട്ടില്ല, എന്നാൽ അള്ളാഹു ആയുസ് തന്നിട്ടുണ്ട്. 80, 90, 100 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് മറിച്ച് റബ്ബിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുമ്പോൾ കയ്യിൽ ഒരുക്കി വെച്ചിട്ടുള്ള പാതേയം എന്ത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമുണ്ടാകില്ല സഹോദരങ്ങളെ, ഒന്നുണ്ടാകില്ല. ഇത്ര കാലം ഒരു പുരുഷായുസ് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഇവിടെ ആസ്വദിച്ച് ജീവിച്ചിട്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുമ്പോൾ ചെയ്ത കച്ചവടങ്ങളും വാരിക്കൂട്ടിയ സമ്പത്തുകളും ബാക്കിയാക്കി വിട്ടേച്ചു പോയാൽ അവനവൻ ഖബറിലേക്ക് കൊണ്ടുപോകാൻ വിചാരണയുടെ ലോകത്തേക്ക് ആരുണ്ട് അണിമണിത്തൂക്കം നന്മ ചെയ്തത് അവനോടൊപ്പമുണ്ടാകും എന്ന് ഖുർആനാണ് പറഞ്ഞത്. ഒരണിമണിത്തൂക്കം തിന്മ, അതിങ്ങനെ ഇരട്ടിയായി ഇരട്ടിയായി തിന്മകൾ ജീവിതത്തിൽ വർദ്ധിച്ച് തിന്മകളുടെ പാണ്ടക്കെട്ടുകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരു വിചാരണയുടെ ലോകത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് വേണം വരാനുള്ള പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവരാകണം സഹോദരങ്ങളെ. ഒട്ടനവധി അനുഗ്രഹീത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച
പരിശുദ്ധ റമദാനിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട മാസമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത്ത് സുഹ്ഫി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അവതരിപ്പിക്കപ്പെട്ട സുഹ്ഫ് ഇബ്രാഹിം അവതരിച്ചത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിൻ്റെ ആദ്യ രാവുകളിലായിരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു. വ ഉൻസിലത്തി തൗറാത്ത്, അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമക്ക് അവതരിപ്പിച്ച തൗറാത്ത് ലസിത്തു മലത്തു മിൻ റമദാൻ, റമദാനിൻ്റെ 6 രാവുകൾ പിന്നിട്ടതിന് ശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാമക്ക് അവതരിപ്പിച്ചത്. വ ഉൻസില അൽ ഇൻജീൽ, ഇൻജീൽ ഈസാ നബി അലൈഹിസ്സലാമക്ക് അവതരിപ്പിച്ചത് ബിസലാത്തി അശറത്തിൻ മലത്തു മിൻ റമദാൻ, റമദാനിൻ്റെ 13 രാവുകൾ പിന്നിട്ടതിന് ശേഷമാണ് അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാമക്ക് ഇൻജീൽ അവതരിപ്പിച്ചത്. വ ഉൻസിലത്തി സബൂർ, അവിടുന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമക്ക് അവതരിപ്പിച്ച സബൂർ ലിസമാനിയത അശറ ഖല്ല മിൻ റമദാൻ, റമദാനിൻ്റെ 18 രാവുകൾ പിന്നിട്ടതിന് ശേഷമാണ്. വ ഉൻസിലൽ ഫുർഖാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ല40 24, ഏതാണ്ട് റമദാനിൻ്റെ 24 രാവുകൾ പിന്നിട്ടതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന് ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ അവതീർണ മാസം പരിശുദ്ധ റമദാനാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവസാനമായി ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനം നൽകുന്ന പരിശുദ്ധ ഖുർആൻ, ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം നൽകുന്ന പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം പരിശുദ്ധ റമദാനാണ്. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പരിശുദ്ധ റമദാൻ. ബദർ യുദ്ധ വിജയം നടക്കുന്നത് പരിശുദ്ധ റമദാനിലാണ്. പ്രസിദ്ധമായ മക്കം ഫതഹ്, മക്കയുടെ വിജയം സംഭവിക്കുന്നത് പരിശുദ്ധ റമദാനിലാണ്. ഉഹദിൻ്റെ മണ്ണിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികളെ ഒരുക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമദാനിലാണ്. ഖന്ദഖ് യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ തയ്യാറാക്കിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമദാനിലാണ്. അതുപോലെ ഖന്ദഖിലും ഹുനൈനിനും എല്ലാ യുദ്ധങ്ങൾക്കുമുള്ള തയ്യാറെടുപ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിനെയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ആ റമദാൻ എല്ലാവിധ ഖൈറുകളും എല്ലാവിധ നിഅമത്തുകളും എല്ലാവിധ ബർക്കത്തുകളും ഉള്ള ഒരു മാസമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. റമദാൻ കടന്നു വരുമ്പോൾ ക്ഷീണവും തളർച്ചയും കാരണം തളർന്നു പോകേണ്ടവനല്ല വിശ്വാസി, മറിച്ച് ഇത്രയേറെ യുദ്ധങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പാലിച്ച് അവിടുന്ന് ഉഹദിൻ്റെ മണ്ണിൽ നിന്ന് നോക്കണം. റസൂലുള്ളാഹ് യുദ്ധത്തിൽ ഒരു ചെറിയ പരാജയം സംഭവിച്ചു. ഉഹദിൻ്റെ മണ്ണിൽ പരാജയപ്പെട്ട സ്വഹാബികൾ തിരിച്ചു വരുന്ന ഒരു രംഗമുണ്ട് സഹോദരങ്ങളെ. അവിടുന്ന് അറ്റുതൂങ്ങിയ കൈകളുമായി, ഒടിഞ്ഞു തൂങ്ങിയ കൈകളുമായി, കാലുകൾ അറ്റുപോയിട്ടുണ്ട്. മറ്റൊരു സ്വഹാബിയുടെ തോളിൽ പിടിച്ച് വേച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടന്നു വരുന്ന സ്വഹാബികളാണ്. അവിടുന്ന് രക്തത്തിൻ്റെ കറ ഉണങ്ങിത്തീർന്നിട്ടില്ല സഹോദരങ്ങളെ. അങ്ങനെ വേച്ച് സ്വഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടന്നു വരുന്നുണ്ട്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് പ്രവാചകൻ വിളിച്ചിട്ടൊരു വർത്തമാനം പറഞ്ഞു. നാളെ ഉഹദിൻ്റെ മണ്ണിൽ പങ്കെടുത്തവർ ഖൽഅത്തുൽ ഹംറ എന്ന പ്രദേശത്തേക്ക് ശത്രുക്കളെ നേരിടാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറാകണം. സുബ്ഹാനല്ലാഹ്, ആരോടാണ് റസൂലുള്ള പറഞ്ഞത്? കണ്ണിൽ ചോരയില്ലാത്തൊരു പ്രവാചകൻ എന്നൊരിക്കലും സഹാബികൾക്ക് തോന്നിയില്ല. പ്രവാചകൻ എന്തുകൊണ്ട് അറ്റുതൂങ്ങിയ കൈകളുമായി, ഒടിഞ്ഞു തൂങ്ങിയ കാലുകളുമായി വേച്ചു നടക്കുന്ന, മറ്റു സഹാബികളുടെ ദേഹത്തു പിടിച്ച് നടക്കുന്ന ഇത്ര വേദനയോടെ ഖൽഅത്തുൽ ഹംറയിലേക്ക് റസൂലുള്ള ചെല്ലാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ റെഡിയാണ്. ആരാണ് പറഞ്ഞത്? ഈമാൻ കൈവരിച്ച് ജീവിച്ച ഒരു സ്വഹാബത്തിൻ്റെ ചരിത്രമാണ്. അവിടുന്ന് അവർക്ക് ചോരയിൽ കുളിർന്നിട്ടും അവരുടെ ശരീരത്തിൽ രക്തം വാർന്നൊഴുകിയിട്ടും കൈകളറ്റു തൂങ്ങിയിട്ടും റസൂലുള്ളയുടെ കൽപ്പന പാലിക്കാൻ അവർക്കൊരു വേദനയും മടിയുമുണ്ടായില്ല. വേദനകളൊന്നുമല്ലാതായി. ചെറിയ സങ്കടമുണ്ടായിരുന്നു. സ്വഹാബികൾ പറഞ്ഞത്, ഇന്നലെ സഫ് ചേർന്ന് റസൂലിൻ്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ എൻ്റെ കാലോട് ചേർത്ത് വെച്ച സ്വഹാബി ഇന്ന് ഖൽഅത്തുൽ ഹംറയിലേക്കില്ലല്ലോ എന്ന സങ്കടമാണ്. ഒരുമിച്ച് സഫ് കെട്ടിയപ്പോൾ ഇന്നലെ എൻ്റെ ചുമരിനോട് ചേർന്ന് നിന്ന എൻ്റെ ഉറ്റ ചങ്ങാതി ഇന്ന് എന്നോടൊപ്പം ഖൽഅത്തുൽ ഹംറയിലേക്കില്ല. അങ്ങനെ വേദന മനസ്സ് വിങ്ങിപ്പൊട്ടി ഖൽഅത്തുൽ ഹംറയിലേക്ക് ഉഹദിൻ്റെ മണ്ണിൽ നിന്ന് നടന്നു നീങ്ങിയ സ്വഹാബത്തിൻ്റെ ചരിത്രം എത്ര ആവർത്തി കേട്ടിട്ടുണ്ട്. ഈമാൻ
ഒരണുകിട ഈമാൻ ഒരണുകിട ഈമാൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ആരുടെ നോമ്പാണ് സഹോദര അള്ളാഹു പുറത്തരുന്നത്? റസൂലുള്ള പറഞ്ഞത് മൻ സ്വാമ റമളാനൻ. നെഞ്ചത്ത് കുറിച്ചു വെക്കണം. നോമ്പെടുത്തവരെ, നോമ്പെടുക്കാൻ പോകുന്നവരെ, മൻ സ്വാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ, കറകളഞ്ഞ ഈമാൻ, കറകളഞ്ഞ വിശ്വാസം ആരാണോ നോമ്പെടുക്കുന്നത് ഈമാനോടെ, വഹ്തിസാബൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച്. 2 കണ്ടീഷനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 2 കണ്ടീഷൻ. ഒന്ന് ഈമാൻ ഉണ്ടാകണം. തോന്നിയതുപോലെ എങ്ങനെങ്കിലും വിശ്വസിച്ച് ഒരു സാധാരണ മുസ്ലിമായി വിശ്വാസം കൊണ്ടു നടന്നവൻ്റെ നോമ്പ് മുഖേന ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുക്കൽ പാപങ്ങൾ പൊടുക്കപ്പെട്ടില്ല. റസൂലുള്ള പറഞ്ഞെന്താ? മൻ സ്വാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ കടിഞ്ഞുപോയ പാപങ്ങൾ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും നോമ്പ് നോൽക്കുന്നതിലൂടെ എന്ന് റസൂലുള്ളാ പറഞ്ഞു. ആരുടെയൊക്കെ ഈമാനുള്ളവൻ, ഇഹ്തിസാബുണ്ടാകണം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തെ മോഹിച്ചുകൊണ്ടാകണം സഹോദര ഞാനും നിങ്ങളും നോമ്പെടുക്കേണ്ടുന്നത്. റയ്യാൻ എന്ന കവാടമുണ്ട്. അത് നോമ്പുകാർക്ക് മാത്രമായി അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഒരു കവാടത്തെ റസൂലുള്ളാ എണ്ണിയത് ബാബു റയ്യാനാണ്. നോമ്പുകാരല്ലാത്ത ഒരാളും ആ വാതിലിലൂടെ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് റയ്യാനിലൂടെ പ്രവേശിക്കാൻ എനിക്ക് സാധിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാകണം നോമ്പെടുക്കേണ്ടുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്വാസികളെന്ന നിലക്ക് നന്മകൾ ചെയ്യും എന്ന നിലക്കുള്ള നിയ്യത്ത് നമ്മളുടെ മനസ്സിലുണ്ടാകണം. ഒരാളുടെ നിയ്യത്തനുസരിച്ചാണ് അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകുന്നത്. റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് റമളാനിൽ ഇന്നിന്ന നന്മകളൊക്കെ ചെയ്യാൻ മനസ്സുകൊണ്ട് വിശ്വാസി ഒരുങ്ങണമെന്നതാണ്. റസൂലുള്ള ഒരു വലിയ സംഭവം അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അവിശ്വാസിയായ മനുഷ്യൻ വന്നു. അവിടുന്ന് റസൂലിൻ്റെ അടുക്കൽ നിന്ന് ഇസ്ലാമിനെ ചോദിച്ചറിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചു പോകുന്ന മനുഷ്യൻ തൻ്റെ ഒട്ടകപ്പുറത്തേറി അവിടുന്ന് യാത്ര ചെയ്യുകയാണ്. ഒട്ടകത്തിൻ്റെ കാല് ഒരു മാളത്തിലേക്ക് വീണ് ഒട്ടകത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്ത് ഈ മനുഷ്യൻ നിലത്തേക്ക് വീണു. ഒട്ടകത്തിൻ്റെ ചവിട്ടേറ്റ് ആ മനുഷ്യൻ മരണപ്പെടുകയാണ്. റസൂലുള്ള മരണവാർത്ത അറിഞ്ഞില്ല. പിന്നീട് സ്വഹാബികൾ വന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങയുടെ അടുക്കൽ നിന്ന് ഇസ്ലാമിനെ ചോദിച്ചറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യൻ ഇതാ ഒട്ടകത്തിൻ്റെ ചവിട്ടേറ്റ് അവിടുന്ന് മരണപ്പെട്ടു റസൂലേ. റസൂലുള്ള ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞൊരു വർത്തമാനം, വഅമില ഖലീലൻ വനാല കസീറൻ. റസൂലുള്ള പറഞ്ഞത് കുറച്ചു മാത്രം അധ്വാനിച്ചു, വമ്പിച്ച നേട്ടമാണ് ആ മനുഷ്യൻ കൈവരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലുള്ള അവിടുന്ന് പറഞ്ഞു സ്വഹാബികളോട്, ഞാനിപ്പോൾ ആ മനുഷ്യൻ സ്വർഗത്തിൻ്റെ പഴം തിന്നുന്നതായി ഇപ്പോൾ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിക്കണം. വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി ജീവിച്ച ഒരു മനുഷ്യൻ സ്വർഗത്തിലെ കായികനികൾ തിന്നാൻ മാത്രം യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈമാനിനെക്കുറിച്ചാണ് റസൂലുള്ള ഓർമ്മപ്പെടുത്തിയത്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. ഉമ്മ പ്രസവിച്ച അന്നു മുതൽ മുസ്ലിമായിയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സഹോദര, മരണപ്പെടുമ്പോൾ ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണം കൈവരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. ഇപ്പോൾ മരണപ്പെട്ടാൽ മുസ്ലിമായി, ഒറിജിനൽ മുസ്ലിമായി എനിക്ക് മരിക്കാനും കഴിയും എന്നതിനുള്ള ഗ്യാരണ്ടി എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റുമോ? എത്ര കൊല്ലം മുസ്ലിമായി ഇവിടെ ജീവിച്ചിട്ട് മരിക്കുന്ന സമയം മുസ്ലിമായി മരിക്കാൻ കഴിയാത്ത ഒരു ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ ജീവിതത്തിലുണ്ടാകരുത്. മണിക്കൂറുകൾ മാത്രം മുസ്ലിമായി ജീവിച്ച് സ്വർഗത്തിലെ പഴങ്ങൾ തിന്നാൻ പാകത്തിന്
ഒരു മനുഷ്യൻ മാറിയിട്ടുണ്ടെങ്കിൽ സഹോദര, അദ്ദേഹത്തിൻ്റെ ഈമാനും അദ്ദേഹത്തിൻ്റെ നിയ്യത്തും കൊണ്ടാണ് എന്നത് റസൂലുള്ളാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നോമ്പിൻ്റെ നിയ്യത്താണ്. നിയ്യത്ത് പലപ്പോഴും ആളുകൾ ചൊല്ലിപ്പറയാറാണ്. എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഖസ്ദുൻ, ഉദ്ദേശിക്കലാണ്, കരുതലാണ്. അസീമത്തൽ ഖൽബ്, നിയ്യത്തിൻ്റെ വിശദീകരണം പഠിപ്പിച്ചത് അസീമത്തൽ ഖൽബ്, മനസ്സിൽ ഉറപ്പിക്കുക എന്നതാണ്. പലപ്പോഴും ആളുകൾ നിയ്യത്ത് ഇങ്ങനെ നവൈതു സൗമ ഗദിൻ അൻ അദാഇ എന്ന് തുടങ്ങുന്ന ഇത്തരത്തിലുള്ള കെലിമത്തുകൾ ഉച്ചരിക്കപ്പെടാറുണ്ട്. ഏതൊരു ഇബാദത്ത് നിർവഹിക്കപ്പെടുമ്പോഴും ഒരാളും അവനവൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കപ്പെടേണ്ടതില്ല. നിയ്യത്തിനെക്കുറിച്ച് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഖസ്ദുൻ വഅസീമത്തൽ ഖൽബ്, മനസ്സിൽ ഉറപ്പിക്കുക എന്നതാണ് നിയ്യത്തിനെക്കുറിച്ച് പഠിപ്പിച്ചത്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. റമദാനിലെ നോമ്പാകുമ്പോൾ എല്ലാ രാത്രിയും നിയ്യത്ത് വെക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സുന്നത്ത് നോമ്പുകളാണെങ്കിൽ ഒരു പക്ഷേ പ്രഭാതത്തിലും നമുക്ക് എന്ത് ചെയ്യാം? നിയ്യത്ത് വെക്കാം. ഫർദ് നോമ്പ് രാത്രി തന്നെ അവിടുന്ന് നിയ്യത്ത് വെക്കണം. നോമ്പെടുക്കാൻ കരുതണം. അത് ഓരോ ദിവസത്തിലും അത്തരത്തിലുള്ള നിയ്യത്തുണ്ടാകണം എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മറ്റൊന്ന് അത്താഴാണ്. തസഹറു ഫ ഇന്ന സുഹൂരി ബർക്ക. പലപ്പോഴും ബർക്കത്ത് എന്താണെന്ന് നമുക്കറിയില്ല. റസൂലുള്ള പറഞ്ഞു തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫ ഇന്ന സുഹൂരി ബർക്ക, അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട്. അള്ളാഹുവിൻ്റെ ബർക്കത്ത് ജീവിതത്തിൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അത്താഴ സമയത്ത് എഴുന്നേറ്റ് അത്താഴം കഴിക്കണം. അതെത്ര സമയമാകണം, എങ്ങനെ ആകണം, എന്താണ് കഴിക്കേണ്ടത്, ഇതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളിതൊന്നും നോക്കാറില്ല. നമ്മളുടെ സൗകര്യത്തിനും നമ്മളുടെ ഉറക്കക്ഷീണം വരാതിരിക്കാനും നമ്മളെന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു ചടങ്ങു തീർക്കലാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇബാദത്തുകളും. അത് വരാൻ പാടില്ല. ഒരു റമദാൻ ജീവിതത്തിൽ ലഭിക്കുക എന്നതു തന്നെ ഏറ്റവും വലിയ ഖൈറാണ് സഹോദരങ്ങളെ. റബ്ബ് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്ന് ചോദിച്ചാൽ, റബ്ബ് റമദാനിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ച് നോമ്പെടുക്കാനും ഇബാദത്ത് നിർവഹിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുന്നു എന്നതാണ്. മറ്റൊന്ന് രാത്രി നമസ്കാരമാണ്, തറാവീഹ് നമസ്കാരം. അത് റസൂലുള്ള പറഞ്ഞത് സുദീർഘമായ നമസ്കാരത്തെക്കുറിച്ചാണ്. രാത്രി നമസ്കാരം തതജാഫ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, ആഗ്രഹത്തോടെ പ്രതിഫലം ആഗ്രഹിച്ച് തൻ്റെ വിരിപ്പിൽ നിന്ന് തൻ്റെ പാർശ്വഭാഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന വിശ്വാസികളെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. ഉറങ്ങിത്തീർക്കുന്ന രാവുകളല്ല റമദാനിൻ്റെത്, രാത്രി ഖലീലമ്മ യഹ്ജഊൻ. ഖുർആൻ പറഞ്ഞത് വിശ്വാസികളെക്കുറിച്ച് കുറച്ചു മാത്രം ഉറങ്ങുന്നവരാണ്. ധാരാളം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നവരാണ്. ധാരാളം അള്ളാഹുവിനോട് പാപങ്ങളെ പുറത്തു തരാം. 7-ാം ആകാശത്തിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് അള്ളാഹു അന്ന് ആരുണ്ടെന്നോട് ചോദിക്കാൻ, ചോദിക്കുന്നവൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ, ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കാൻ, അവന് പാപം പുറത്തു കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ലോകത്തിൻ്റെ നാഥൻ വിളിച്ചു പറയുകയാണ്. അതിനുത്തരം കൊടുക്കാൻ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇൻഷാ അല്ലാഹ് റമദാനിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ ഈ പള്ളിയിലെ ഇശാ നമസ്കാരം 8:45 8:45 ഇശാ നമസ്കാരം തുടങ്ങി പിന്നീട് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഖിയാമുൽ ലൈൽ തറാവീഹ് നമസ്കാരവും നമ്മൾ ആരംഭിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ഖുതുബയിലൊക്കെ സൂചിപ്പിച്ചതാണ് റമദാനിലെ കിറ്റ്, ഇഫ്താർ കിറ്റ്. പാവങ്ങളായ ഒട്ടേറെ ആളുകൾ അവരുടെ സങ്കടങ്ങളും പറഞ്ഞ് നമ്മളൊക്കെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഒരുപക്ഷേ വലിയ വീടും സൗകര്യങ്ങളുമുള്ള ആളുകൾ അവരൊക്കെ ജീവിക്കുന്നത് നല്ല സൗകര്യത്തിലാണ് എന്നൊരു പക്ഷേ നമുക്ക് തോന്നും. അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ നീറുന്ന വേദനകളുമായി ഒരാളോടും ചോദിക്കാതെ പരസ്പരം ഒതുങ്ങിക്കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെയാണ് ഈ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ഒട്ടനവധി ആളുകൾ, സഹോദരങ്ങൾ ഇതിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഈ നന്മയിൽ നമ്മളും കണ്ണികളാകണം. ഒരു കിറ്റിന് 1500 രൂപയാണ്. ഏതാണ്ട് ഏറെക്കുറെ ഇന്നത്തോടുകൂടി നമ്മൾ വിതരണം ചെയ്യാണ്. അത്തരം ഇർഹമു മംഫില്ലർ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് റസൂലുള്ള പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം. മറ്റൊന്ന്, നമ്മൾ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ.
ഏതായാലും ഈ പള്ളിയിൽ വർഷങ്ങളായി ഖുർആൻ ക്ലാസ് നടന്നു വരികയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മഗ്‌രിബിന് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ടാകും. പങ്കെടുക്കാൻ കഴിയുന്ന മുഴുവൻ സഹോദരങ്ങളും ആ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.